തുണി ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കുക. അപ്പോൾ 4 ലെയർ കിട്ടും. ഒരു പ്രാവശ്യം കൂടി മടക്കുമ്പോൾ 8 ലെയർ കിട്ടും. ഇനി നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എത്ര പാനലാണോ കട്ട് ചെയ്യുന്നത് അത്രയും പാനലിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതിനെ. അപ്പോൾ ഞാൻ 8 പാനലായതുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.25 കിട്ടും. അതിൻ്റെ കൂടെ പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടി 2 സൈഡിലും 1/2 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.25 കിട്ടും. ഇനി ഈ ഫോൾഡ് വെച്ച ക്ലോത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് 6.25 ഉണ്ടല്ലോ, അതിനെ ഈക്വലായിട്ട് ഈ പോയിൻ്റിൽ നിന്ന് 2 സൈഡിലേക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.1 കിട്ടും. അത് ഈ മിഡിൽ പോയിൻറ്റിൻ്റെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുക. 3.1 3.1. അതിന് ശേഷം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ചിൽ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ആ പോയിൻറ്റ്സ് ഈ താഴെ മാർക്ക് ചെയ്ത പോയിൻറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ആ വരച്ച ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട പാനൽസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇനി പാനൽസ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് പാനൽ രണ്ടാമത്തേതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്തതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഈ ഒരു പാനൽ കട്ട് കുർത്തിയുടെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് എൻ്റെ ചാനലിൽ കയറി കാണാം.